ഓർക്കാട്ടേരി ശ്രീ ശിവഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ താലപ്പൊലി മഹോത്സവം ജനുവരി 26 മുതൽ 31 വരെ വിവിധ ചടങ്ങുകളോടുകൂടി നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ വളരെ നല്ല രീതിയിൽ ആ ഉത്സവമൊക്കെ നടന്ന് പോയിട്ടുണ്ട്. ഈ വർഷവും വളരെ മനോഹരമായും പ്രൗഢഗംഭീരവുമായാണ് ഉത്സവം ഈ വർഷവും ആഘോഷ കമ്മിറ്റി നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ വടക്കേ മലബാറിലെ വലിയ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നായ ശിവഭഗവതി ക്ഷേത്ര ഉത്സവവുമായി ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യമാണ് നമ്മൾ ഒക്കെ എടുത്തു കാണിക്കുന്നത്. അതിലെ മത സാഹോദര്യത്തെ സംബന്ധിച്ചുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്. മകരം 12-നാണ് നമ്മുടെ ഉത്സവത്തിൻ്റെ കൊടിയേറ്റം ആരംഭിക്കുന്നത്. ആ മകരം 12 തന്നെയാണ് ഒരു മുസ്ലിം തറവാട്ടിൽ നിന്ന് കാച്ചിമുണ്ട് ക്ഷേത്ര സന്നിധിയിലെത്തുകയും ദേവിക്ക് സമർപ്പിക്കുകയും വൈകിട്ട് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ആ തറവാട്ടിൽ നിന്ന് അവിടുത്തെ ദേവീക്ഷേത്രത്തിൽ നിന്ന് കൊടിക്കൂറ എഴുന്നള്ളത്ത് ഓർക്കാട്ടേരി ശിവഭഗവതി ക്ഷേത്രോത്സവ പരിസരത്തെത്തുകയും അത് കൊടി ഏറുന്നതോടുകൂടി മകരം 12 4 മണിക്ക് കൊടിയേറുന്നതോടുകൂടി ക്ഷേത്രോത്സവം തുടങ്ങുകയും ചെയ്യുക. അപ്പോൾ ഒരുപക്ഷെ നമ്മുടെ കേരളത്തിലെ മറ്റ് ഉത്സവങ്ങളിൽ നിന്നും ഓർക്കാട്ടേരി ഉത്സവം വിഭിന്നമാകുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ് മത സഹോദരം നിലനിർത്തുന്ന ക്ഷേത്രോത്സവം എന്നുള്ള വലിയ ഒരു ഖ്യാതി തന്നെയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ എടുത്തു പറയേണ്ടതാണ്. നമ്മുടെ നാട്ടിലെ ഇന്നത്തെ കാലഘട്ടത്തിലൂടെ നമ്മൾ പോകുമ്പോഴാണ് നമുക്ക് നമ്മളെ തന്നെ തിരിച്ചറിയാൻ കഴിയാത്തൊരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുക. ആ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ക്ഷേത്രോത്സവങ്ങളെ നമ്മൾ വളരെ ഗംഭീരമായി ആഘോഷിക്കുന്നത് മനുഷ്യൻ്റെ മനസ്സിലുള്ള ജാതിമത ചിന്തകളൊക്കെ തന്നെ വെടിയാൻ നമ്മുടെ നാടുകളിലെ ജനങ്ങളൊക്കെ തന്നെ സാഹോദര്യ ബന്ധങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തി മുമ്പോട്ട് പോകാനും കഴിയുന്ന ഒരു ഉത്സവങ്ങളായി നമ്മുടെ നാട്ടിലെ ഉത്സവങ്ങൾ മാറണം. ആ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ഈ വർഷത്തെ ഉത്സവം വളരെ മനോഹരവും ഗംഭീരവുമായി നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. മകരം 12-ന് കൊടിയേറുന്നതോടുകൂടി അന്ന് വൈകിട്ടുള്ള സാംസ്കാരിക സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് പ്രസിദ്ധ സിനിമാ നടനായ